അൻസാറുമായിട്ട് ഡിസ്കഷൻ നടത്തുമ്പോൾ അൻസാർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ആൻസർ. കാര്യം കഴിഞ്ഞ 11 വർഷമായിട്ട് ഹാർവസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തി. ഞാൻ എല്ലാ വീഡിയോയിലും ഇൻട്രൊഡക്ഷൻ ഒരുപാട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന ആളെന്ന രൂപത്തിൽ അല്ലേ. നമ്മുടെ നാട്ടിലൊരു ചൊല്ലും ഒരു വ്യവസ്ഥയുമുണ്ട്, വിശ്വാസമുണ്ട്. നല്ല മാർക്കുള്ള കുട്ടികൾ നല്ലവരും, മോശം മാർക്കുള്ള കുട്ടികൾ മോശവും കൊള്ളരുതാത്തവനും സമൂഹത്തിലും ഒന്നും കൂടെ നശിച്ചു പോകുമെന്നുള്ളൊരു ഒരു വിധി ഉണ്ടല്ലോ അല്ലേ. ഭയങ്കര മോശമല്ലേ അത് പറഞ്ഞ? ഭയങ്കര മോശം എന്ന് മാത്രം പറഞ്ഞ പോലെ ക്യാരക്ടർ വൈസിലാണ് ഒരാളുടെ സക്സസ് തീരുമാനിക്കുക, അക്കാഡമിക്സിൽ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളെ ലോകത്ത് സക്സസ് ആയവരൊക്കെ പഠിച്ച് വിദ്യാഭ്യാസം കൊണ്ട് നേടിയത് അതാണ്. അവരൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഒരു പക്ഷെ ഡിഗ്രി എടുക്കുന്നതിനേക്കാളും കൂടുതൽ അറിവ് അയാൾക്ക് ഉണ്ടാവും. പക്ഷെ അത് ക്യാരക്ടർ അടിപൊളി ആയതുകൊണ്ടും കൂടിയാണ് ആ കുട്ടി ഏറ്റവും നല്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഏറ്റവും നല്ല സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും മക്കളോട് പറയാനുള്ള കാര്യമുണ്ട്, സ്വഭാവം നന്നാവുക, എന്നിട്ട് നല്ലോണം പഠിക്കുക. സ്വഭാവം നല്ലതാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ ഏറെക്കുറെ കാര്യങ്ങൾ നമുക്ക് ശരിയായി വരും. പിന്നെ പഠനം കൂടി ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമായ ഒരു സംഭവത്തിലേക്ക് എത്തും. ഒരു സ്വഭാവം ശരിയല്ലാത്ത ഒരാൾ ഇനി എത്ര ഡിഗ്രി എടുത്തിട്ടും എന്തൊക്കെ എടുത്തിട്ടും കാര്യമില്ല, അത് സൊസൈറ്റിക്ക് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പറ്റില്ല. അപ്പോൾ വിദ്യാഭ്യാസം അല്ല ഒരു വ്യക്തിയുടെ എന്താ പറയുക മെഷർമെന്റ്. അതാ വ്യക്തിയുടെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ചുറ്റുപാടിനുള്ള കാര്യങ്ങളും വാപ്പാനോടുള്ള സ്നേഹം, ഉമ്മാനോടുള്ള സ്നേഹം, കൂടെപ്പിറപ്പാളോടും നാട്ടുകാരോടും, അതുപോലെ തന്നെ എന്താ പറയാ ഈ ലോകം മുഴുവൻ നമ്മളതാണ്, നമ്മൾക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാനുണ്ടെന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ വന്നാൽ ആ കുട്ടി ട്രാക്ക് ആവും. അപ്പുറത്തെ സ്കൂളിന് 10 ഫുൾ A+ ഉണ്ട്, എന്നാൽ ഇപ്പുറത്തെ സ്കൂളിനും 10 ഫുൾ A+ വേണം. അപ്പൊ ഫുൾ A+ ഉള്ള കുട്ടി സ്കൂളാണ് ഏറ്റവും അടിപൊളി എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ട്. ഈ രക്ഷിതാക്കൾ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇത് ലോ ലെവൽ കുട്ടികളെ നല്ലവർക്ക് പഠിപ്പിക്കണം, ഹൈ ലെവൽ കുട്ടികളെ എന്താ പറയുക പരിഗണിക്കണം എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞാൽ പോലും നമ്മളെ മക്കളെ കൊണ്ട് ഇവിടെ ചേർത്തുക റിസൾട്ട് കൂടുതലുള്ള സ്കൂളിൽ അല്ലേ. റിസൾട്ട് കൂടുതലില്ലാത്ത ഒരു മോശമായ ഒരു റിസൾട്ട് കുറഞ്ഞൊരു സ്കൂളിൽ പോയിട്ട് നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുകൾ ചേർത്താൻ ധൈര്യം കാണിക്കും? അങ്ങനെ ചേർത്തുന്നവരാരാണ്? ഫീസ് കൊടുക്കാൻ സാമ്പത്തികമായി ശേഷിയില്ലാത്ത എന്തെങ്കിലും പരിമിതി ഉള്ളവരെല്ലാം അങ്ങനെ ചേർത്തുള്ളൂ. അപ്പോൾ അതിലുള്ളൊരു കാര്യം എന്താ വെച്ചാൽ റിസൾട്ട് വെച്ചിട്ട് കുട്ടികളെ അനാലിസിസ് ചെയ്യുന്ന സിസ്റ്റം മാറിയിട്ട് ആ കുട്ടിയുടെ പേഴ്സണലി ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം വരുന്നത് അതാ നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60% കുട്ടിക്ക് 70 ആയാൽ അത് റിസൾട്ടാണ്. അത് 90 ആവുന്ന വരെ എന്ത് ചെയ്യരുത്, കാത്തിക്കാൻ. ചിലപ്പോൾ ആ 90 വരെ എത്തിക്കാൻ ആ കുട്ടിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, ആ കുട്ടിക്ക് അതിലെല്ലാം കഴിവുന്നുണ്ടെങ്കിൽ നമ്മളത് വലിയൊരു തെറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ കുട്ടീനോട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് നോക്കി സ്ഥാപനങ്ങൾ ചേർത്ത എന്ന് പറയുമ്പോഴും അത് ഓരോ കുട്ടിയുടെയും പേഴ്സണൽ ഗ്രോത്തും കൂടി വെച്ചിട്ട് വേണം അത് കമ്പയർ ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഒരു സ്കൂൾ ഒറ്റ A+ ഉണ്ടാവില്ല, പക്ഷെ ആ സ്കൂൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ടാവും, വിജയിച്ചിട്ടുണ്ടാവും. അത് നല്ല റിസൾട്ട് അല്ലേ? അത് ഈ പലപ്പോഴും ഈ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കാണുന്ന ബാക്ക് ബെഞ്ചിലിരുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ചരിത്രം അല്ലേ. ഞാൻ ഈ ടീച്ചർമാരുടെ കേസ് പറയുമ്പോഴേ എനിക്കറിയാവുന്ന ഒരു ടീച്ചർ ഫാമിലി ഉണ്ട്. അത് ഞാൻ പറയാം. അതായത് ആ ടീച്ചർ ഫാമിലി ഭയങ്കര എല്ലാം അച്ചടക്കത്തോടെയാണ് ചെയ്യുന്നത്. അവ ആളും ടീച്ചറാണ്, ഹെഡ് മാസ്റ്ററാണ്, അമ്മയും ടീച്ചറാണ്, 2 മക്കളും ഉണ്ട്. ആളെ പറയില്ലട്ടാ, ആളെ പറയും, നിങ്ങൾ ആരോട് ചോദിക്കട്ടെ. അപ്പൊ ഇവർക്കൊരു വാഗനർ കാറുണ്ട്. വാഗനർ കാറിൽ ആ വാഗനർ കാറ് എല്ലാം സിസ്റ്റമാറ്റിക് ആട്ടോ. നമ്മളെപ്പോലെയൊക്കെ എൻ്റെയൊക്കെ ലൈഫിൽ ഒന്നും ഹറിബറിയൊന്നുമല്ല, എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം ടീച്ചറും സാറും കൂടെ വാഗനർ കാറിൽ പോകും. 40 കൂടുതൽ സാറ് വണ്ടി ഓടിക്കില്ല, 40 കൂടുതൽ സാറ് വണ്ടി ഓടിക്കില്ല. ടീച്ചർ ഇങ്ങനെ ഇരിക്കും, സാറ് 2 മക്കളുണ്ട്. ഒരവൻ റൈറ്റ് സൈഡിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും, ഒരവൻ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. അപ്പം ഈ പിള്ളേരുടെ ലൈഫ് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, രാവിലെ പോകുന്നത്, ഇവർ മുടിയുടെ ഹെയർ സ്റ്റൈല്, എല്ലാം അപ്പം നമ്മൾ പേഴ്സണലി ഒരു വേറെ രൂപത്തിൽ അവരോട് സംസാരിക്കും, പറയും ഞങ്ങളുടെ വീട്ടിലെല്ലാത്തിനും സിസ്റ്റമുണ്ട്. ആരോട് കൂടണം, എവിടെ പോകണം, എങ്ങനെ പോകണം എന്നുള്ള ഒരു സിസ്റ്റം. ആ സിസ്റ്റം വെച്ച് മാത്രമേ പിള്ളേർ പോകൂ. പക്ഷെ എന്താ വിഷയം എന്നറിയോ, സിസ്റ്റം വെച്ച് പോകാം, ഒരു പരിധി കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ. ഞാൻ അപ്പൂനോട് പറയാം, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ഒന്ന് പോകണം, ഒന്ന് പുറത്തൊക്കെ പോയി അവരുടെ കൂടെ ഒന്നൊക്കെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാകണം.
പക്ഷെ എന്താ വെച്ചാൽ ഇവർക്ക് മറ്റുള്ള ആളോട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. ഇവർ വരിക, ടീച്ചർ പഠിക്ക്, ഇനി ഇപ്പൊ വിഷു കഴിഞ്ഞ് വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ടില്ലേ, പടി തുടങ്ങിക്കോ. ഈ കൊച്ച് 9ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ ബുക്ക് ഇപ്പോഴേ പഠിച്ചു തീർത്തിട്ടുണ്ടാവും. എല്ലാത്തിലും A+ ആയിരിക്കും. പക്ഷെ ഒരു കാര്യമില്ല. അതായത് അതിലൊരു വലിയൊരു കാര്യം എന്താ വെച്ചാല് തൃപ്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. തൃപ്തി ഓരോരുത്തർക്കും തൃപ്തി വ്യത്യസ്തമാണ്. അവന്റെ വീട്ടിലെ സിസ്റ്റം ആ ടീച്ചറും ആ മാഷും കൂടി ഉണ്ടാക്കിയെടുത്ത ക്രിയേറ്റ് ചെയ്ത ഒരു തൃപ്തി ഒരു എൻഡ് എന്ന് പറയുന്നത് അവിടെ വരെയുള്ളൂ. അവരുടെ ലൈഫിൽ വേറൊരു ലോകം ഉണ്ട് എന്ന് പോലും അവർക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. ഭയങ്കര രസകരമായിട്ടുള്ള ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ലോകം ഉണ്ടെന്ന് പോലും അവർക്ക് അറിയില്ല. അപ്പോൾ നമ്മളെ കുട്ടികളുടെയൊക്കെ തൃപ്തി എന്ന് പറയുക അല്ലെങ്കിൽ ആ എൻഡ് എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെയാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. ചിലത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുക. അപ്പൊ നമ്മളിത് മതിയല്ലാന്ന് പറയുമ്പോൾ അപ്പുറത്തേക്കാണ് കുട്ടി പോകണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്തായി മാറും, ബുദ്ധിമുട്ടായിട്ട് മാറും. അതിൽ ഇനി അവരത് റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് വന്നാൽ ചിലപ്പോഴേ വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവർ പഠിച്ച പോലെ തന്നെ ഇങ്ങനെ ശീലിച്ചു പോകും. അതിനുവേണ്ടി ചിലപ്പോൾ റിയലൈസ് ചെയ്താൽ ഇതിനപ്പുറം വേറെ ലോകം ഉണ്ടെന്ന് അവർ റിയലൈസ് ചെയ്താൽ ഒരു പക്ഷെ അച്ഛനും ആ മക്കളും തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ ചിലപ്പം ബ്രേക്ക് ആകാൻ സാധ്യത. കാരണം വെച്ചാൽ അച്ഛൻ സ്വപ്നം കണ്ട പോലെ അവരെ മക്കളുടെ പോക്ക് എന്ത് ചെയ്യാ പിന്നെ കാണാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണാൻ കാരണം ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, ടീച്ചേഴ്സിന്റെ മക്കള്, ഡോക്ടേഴ്സിന്റെ മക്കള്, ഡോക്ടറുടെ മക്കളാണെങ്കിൽ ഡോക്ടറാവും, ടീച്ചറുടെ മക്കളാണെങ്കിലും വേറെ. അതായത് സമൂഹത്തിൽ വാപ്പാരും ഉമ്മാരും പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളും പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ട്. അത് ഒഴിവാക്കണം. കാരണം എന്താ വെച്ചാൽ അവരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും അല്ല അടുത്ത ആളുകളുടെ. ഇപ്പൊ പണ്ട് PSC ചെയ്തേ പെട്ടെന്ന് കിട്ടും, ഇപ്പൊ PSC ചെയ്തേ പെട്ടെന്ന് കിട്ടുമോ? അല്ല, അവരെപ്പോഴും അവരുടെ മക്കളെ ഗ്രൂം ചെയ്യുന്നത് അതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവരൊരു പോയിന്റ് ഉണ്ടാവില്ല, ആ സക്സസിൽ എത്തിക്കാനാണ് നോക്കുക. അത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതൊക്കെ ഞാൻ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ള ഒരുപാട് മക്കളൊക്കെ നമ്മൾ പഠിപ്പിക്കണാണ്. ഈവൻ പോലീസുകാരെ മക്കളൊക്കെ പഠിപ്പിക്കണാണ്. അത്യാവശ്യം നല്ല പൊട്ടിത്തെറുപ്പും കാര്യങ്ങളും എന്ത് ചെയ്യും കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അതെന്താ വെച്ചാൽ അതൊരിക്കലും പോലീസുകാരനെ പറഞ്ഞു എങ്ങനെ പൊട്ടിത്തെറുപ്പാൻ പാടുണ്ടോ എന്ന് ചോദിക്കാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു കുട്ടിയാണ്. ആ പോലീസുകാർ അവരുടെ ചെറുപ്പകാലത്തുള്ള അതേ സാഹചര്യം ഇപ്പത്തെ ഈ കുട്ടിന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങളും സാധനങ്ങളൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കും, ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെ മുന്നോട്ട് പോകണം. യെസ്.